Good evening, students. നമ്മൾ സ്പെഷ്യൽ ടെക്നിക്സ് ഫോർ കാൽക്കുലേറ്റിംഗ് പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ദ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ഈസ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോഡൈനാമിക്സ് ബൈ ഡേവിഡ് ജെ ഗ്രിഫിത്ത്, സെക്ഷൻ 3.1 to 3.2. ഇത് പഠിക്കാനുള്ള ചില പ്രീ റിക്വസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വെക്റ്റർ ഓൾജിബ്ര കുറച്ച് കാര്യങ്ങൾ നമുക്ക് ധാരണയുണ്ടാവണം. മറ്റൊന്നെന്ന് പറയുന്നത് ഗ്രിഫിത്തിൻ്റെ ഇലക്ട്രോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, സെക്കൻഡ് ചാപ്റ്റർ 2 ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ആ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഇതിൽ ആവശ്യം വരും. ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ ഈ ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്നത്. സോ ഇൻ ജനറൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് പറയാൻ പറ്റുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് മീൻസ് അതിൽ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്റ്റേഷനറി ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനറി ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്റ്റേഷനറി ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ആ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ which is a scalar quantity, and also we have discussed some basic concepts related to Poisson's equation and Laplace's equation. Poisson's equation, del square V is equal to minus rho by epsilon 0. V എന്ന് പറയുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, റോ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി. ഒരു ചാർജ് ഫ്രീ റീജിയനിൽ del square V is equal to 0 എന്ന് എഴുതാം. This equation is called Laplace's equation. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡൈവർജൻസ്, ദറ്റ് മീൻസ് ഡെൽ ഡോട്ട് ഇയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേളുമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0 എന്നും ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണെന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരുന്നു. ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ജനറലി ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫിനോമിനയുടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടു ഫൈൻഡ് ഔട്ട് ഇലക്ട്രിക് ഫീൽഡ് ഫോർ ദ പർട്ടിക്കുലർ പ്രോബ്ലം. നമ്മൾ എന്ത് പ്രോബ്ലം ആണോ ഡിസ്കസ് ചെയ്യുന്നത് ആ പ്രോബ്ലം ഒരു സ്റ്റേഷനറി ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട കാര്യം. സോ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകളാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത്. നമുക്ക് ഓർമ്മയുണ്ടാവും, ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്തത് നമ്മൾ കുളൂംസ് ലോ ഉപയോഗിച്ചുകൊണ്ടാണ്. കുളൂംസ് ലോ എല്ലാവർക്കും അറിയാം, ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കുളൂംസ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഒരു വെക്റ്റർ പ്രോബ്ലം എന്നുള്ള രീതിയിലേക്ക് ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ നമ്മൾ പല രീതിയിലുള്ള എക്സാമ്പിൾസ് അതിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയറിൻ്റെ, അതുപോലെ ഒരു സ്പെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ, ഒരു സിലിണ്ടറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ, അതുപോലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ കുളൂംസ് ലോ വെക്റ്റർ ഓൾജിബ്രയും ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതായിരുന്നു നമ്മൾ ആ ടോപ്പിക്കിൽ കുളൂംസ് ലോ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ
ഗോസസ് ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗോസസ് ലോ നമുക്കറിയാം, ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ്ഡ് സർഫസ്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റഗ്രൽ ഫോം. ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഫോം. ഗോസസ് ലോ ഉപയോഗിച്ചുകൊണ്ട് കുറേ ആപ്ലിക്കേഷൻസ്, കുറേ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കറിയാം, അവിടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യാറുണ്ട്. ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സിമെട്രി അവിടെ കൺസിഡർ ചെയ്തുകൊണ്ട്, ഇലക്ട്രിക് ഫീൽഡ് സിമെട്രി വളരെ കൃത്യമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട്, ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സിമെട്രിക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഗോസിയൻ സർഫസ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗോസസ് ലോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സിമെട്രി നിങ്ങൾക്കറിയാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സിമെട്രി നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സിമെട്രിക് ആയിരിക്കണം. സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പെറിക്കലി സിമെട്രിക്കലാവാം, സിലിണ്ടറിക്കലി സിമെട്രിക് ആവാം. ഒരു സിമെട്രിക് പ്രോബ്ലത്തിലാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ സിമെട്രി അറിയുന്ന പ്രോബ്ലത്തിലാണ് നിങ്ങൾ ഗോസസ് ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഒന്നുകിൽ കൊളംബ്സ് ലോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗോസസ് ലോ ഉപയോഗിക്കാം. കുറച്ചും കൂടി കഴിഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവസാനം നമ്മൾ ഒരു പുതിയ ക്വാണ്ടിറ്റി കൊണ്ടുവന്നു, പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്കാലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി ആയുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റി പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റി കുറച്ച് സവിശേഷതകളുള്ള ഇലക്ട്രിക് ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ കേൾ സീറോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കമ്പോണൻറ്റുകൾ ഇൻ്റർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് പോലുള്ളൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റി നേരിട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സ്കാലാർ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തുകൊണ്ട്, ആ സ്കാലാർ ക്വാണ്ടിറ്റി ആദ്യം കണ്ടുപിടിച്ചിട്ട് ആ സ്കാലാർ ക്വാണ്ടിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് നേരിട്ട് കണ്ടുപിടിക്കാം. E is equal to minus del V. So if you know V, you can easily find out electric field. So നമുക്ക് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോബ്ലത്തിനെ ഒരു സ്കാലാർ പ്രോബ്ലമായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, പൊട്ടൻഷ്യലായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ നേരിട്ട് കണ്ടുപിടിക്കുമ്പോൾ, പൊട്ടൻഷ്യൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് വെക്റ്റർ പ്രോബ്ലത്തിനെ കുറച്ചും കൂടി ലളിതമായിട്ടുള്ള സ്കാലാർ പ്രോബ്ലമായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ലളിതമായിട്ട് ഈ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. സോ first we will find out potential, then you will find out electric field by using this relation. So അതാണ് കുറച്ചും കൂടി ലളിതമായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ അങ്ങനെ 3 മെത്തേഡ് പറഞ്ഞു. കൊളംബ്സ് ലോ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗോസസ് ലോ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ഇലക്ട്രിക് ഫീൽഡ്സ്. സോ ദർ ആർ 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഈസ് കൊളംബ്സ് ലോ, second one is Gauss's law, third one is finding the potential. പക്ഷേ കൊളംബ്സ് ലോ ഉപയോഗിക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ സാധാരണ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്ന, നിങ്ങളുടെ ഡേവിഡ് ജിയോഗ്രഫിക്കിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലത്തിലൊക്കെ കൊളംബ്സ് ലോ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഗോസസ് ലോ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ മോസ്റ്റ് ഓഫ് ദ ഫിസിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് കൊളംബ്സ് ലോ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഗോസസ് ലോ ഉപയോഗിച്ചുകൊണ്ടോ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൊളംബ്സ് ലോ ഒരു വെക്റ്റർ പ്രോബ്ലമാണ്. അതിൻ്റെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോബ്ലത്തിന് കൊളംബ്സ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു ടിഡിയസ് പ്രോസസ്സാണ്. മറ്റൊന്ന്, ഗോസസ് ലോ ഉപയോഗിക്കണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സിമെട്രി നമുക്ക് അറിഞ്ഞിരിക്കണം. എല്ലാ ഫിസിക്കൽ പ്രോബ്ലത്തിനും ഇലക്ട്രിക് ഫീൽഡിൻ്റെ സിമെട്രി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗോസിയൻ സർഫസ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും
ഈസി മെത്തേഡ് അല്ലെങ്കിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് യു ഫൈൻഡ് ഔട്ട് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ദെൻ യൂസിങ് ദിസ് റിലേഷൻ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് കൺവെൻഷനലായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. ഈ ടെക്നിക്കാണ് നമ്മൾ ഈ പൊട്ടൻഷ്യൽ, ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്പെഷ്യൽ ടെക്നിക്സ് ഫോർ കാൽക്കുലേറ്റിംഗ് പൊട്ടൻഷ്യൽസ്. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ in an electrostatic problem for calculating the electric field. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ജനറൽ, as we all know, you consider a point charge Q, and suppose this is a point P and this is the distance R. Distance from the point charge to this point P is R. Then electric field due to a point charge, this is a point charge, one by 4 pi epsilon naught Q by R square into unit vector R cap. Electric potential is 1 by 4 pi epsilon naught Q by R. This is scalar quantity. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. ഇനി ഒരു വോള്യൂം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, പോയിന്റ് ചാർജിന് പകരം സപ്പോസ് എ വോള്യൂം വിത്ത് ചാർജ് ഡെൻസിറ്റി റോ, then you can simply write E is equal to 1 by 4 pi epsilon naught volume integral rho d tau by r square into unit vector r cap. This is the electric field, and also the electric potential V is equal to 1 by 4 pi epsilon naught volume integral rho d tau by r square r into, okay, so equation number 1, equation number 2. So normally ഒരു വോള്യൂം ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പി എന്ന് നമ്മളുടെ പ്രോബ്ലം എങ്ങനെയാണെന്ന് വിചാരിക്കുക. പി എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. ആ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാൻ കാരണം ഒരു റീജിയനിൽ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട്, ഇതാണ് അതിൻ്റെ സോഴ്സ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, യൂണിഫോംലി ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് സിംപ്ലി കൊളൂംസ് ലോയിൽ നിന്ന് വന്ന എക്സ്പ്രഷനാണ്. ഇത് കൊളൂംസ് ലോ തന്നെയാണ്. ഇത് രണ്ടും കൊളൂംസ് ലോ ആണ്. എഫ് ഇസ് ഈക്വൽ ടു, നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും, എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ. അതിലൊന്ന് വന്നാണ് പി ഇസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്നുള്ള രീതിയിലുള്ള അതിനെ ഒന്ന് ഒരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ റെപ്രസെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഇക്വേഷനും കൊളൂംസ് ലോൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ കൊളൂംസ് ലോ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കൊളൂംസ് ലോ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ ഇൻ്റഗ്രലിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഒരു റിയൽ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഇക്വേഷൻ നമ്പർ 1 സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് ടാസ്ക്. It is very difficult to solve this integral. മാത്തമാറ്റിക്കലി ആയാലും ഫിസിക്കലി ആയാലും ഇത്തരൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോഴാണ് നമ്മൾ ഗോസസ് ലോ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഗോസസ് ലോ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിൻ്റെ സിമെട്രി കൃത്യമായിട്ട് അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സിറ്റുവേഷനിലും ഗോസസ് ലോ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തോന്നാം എങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാലോ. പക്ഷേ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് ഈ ഇൻ്റഗ്രലാണ്. ഈ ഇൻ്റഗ്രലും പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ടു സോൾവ്. സോ ഈ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 2 സോൾവ് ചെയ്യുക എന്ന് പറയുന്നതും പ്രാക്ടിക്കലി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക്കാണ്.
പക്ഷെ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എങ്ങനെ? അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഫോം എഴുതിയാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ ഫോം, ഇപ്പോൾ ഗോസസ് ലോൻ്റെ ഡിഫറൻഷ്യൽ ഫോം ഒക്കെ എഴുതുകയാണെങ്കിൽ ഡൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ചാർജ് ഡെൻസിറ്റി റോ ആണ്. റോ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി ആണ്. You put vector E is equal to minus del V. Then എന്ത് കിട്ടും? Del dot minus del V is equal to rho by epsilon 0. So minus del square V is equal to rho by epsilon 0. That is del square V is equal to minus rho by epsilon 0. This is the famous Poisson's equation. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പൊട്ടൻഷ്യലിൻ്റെ ഇൻ്റഗ്രൽ ഫോം സോൾവ് ചെയ്യുന്നതിനേക്കാളും ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഈസിയാണ്, ഈസി ടു സോൾവ്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻ്റഗ്രൽ ഫോമിൽ നിന്ന് ഡിഫറൻഷ്യൽ ഫോമിലേക്ക് പൊട്ടൻഷ്യൽ എഴുതി. ഇക്വേഷൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ വി ആണ് ഉപയോഗിക്കുന്നത്. വി എന്ന് പറയുന്ന ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോബ്ലത്തിനെ ഒരു സ്കാലാർ പ്രോബ്ലമായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തു. ഇൻ്റഗ്രൽ ഫോമിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഒരു ഡിഫറൻഷ്യൽ ഫോമായിട്ട് എഴുതി. ഇനി ഈ പ്രോബ്ലം തന്നെ സപ്പോസ് യു ആർ കൺസിഡറിങ് എ ചാർജ് ഫ്രീ റീജിയൻ. നിങ്ങൾക്ക് ചാർജ് ഫ്രീ റീജിയൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് സംശയം തോന്നാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റീജിയൻ ഉണ്ട്, ഇവിടെ ഒരു ചാർജ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാർജ് ഈ റീജിയൻ എന്ന് പറയുന്നത് റീജിയൻ എ എന്നിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. റീജിയൻ എയിൽ ഈ ചാർജ് ഇവിടെ വെച്ചതുകൊണ്ട് റീജിയൻ എയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഉണ്ടാവും. പക്ഷേ ഈ റീജിയൻ്റെ ഉള്ളിൽ ചാർജ് ഫ്രീ ആണ്. അതായത് ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിൽ കൺസിഡർ ചെയ്തോ. ഒരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഇവിടെ ഒരു റോ ഉണ്ടെന്ന് വിചാരിച്ചോ, ചാർജ് ഡെൻസിറ്റി ഉണ്ടെന്ന് വിചാരിച്ചോ. പക്ഷേ ഈ പോയിന്റിൽ ചാർജ് ഡെൻസിറ്റി 0. സോ ഇൻ ദിസ് റീജിയൻ റോ ഈസ് 0. സോ we are going to calculate potential E and V in this region. ഈ റീജിയനിലെ, ഈ ഷെയ്ഡഡ് റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലുമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആരെ കൊണ്ടുണ്ടായതാണ്? ഈ പോയിന്റിലുള്ള, ഈ സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടാണ് ഈ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായത്. സോ ഈ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡോ പൊട്ടൻഷ്യലോ കണ്ടുപിടിക്കുമ്പോൾ യു ക്യാൻ അസ്യൂം ദാറ്റ് ദിസ് റീജിയൻ ഈസ് എ ചാർജ് ഫ്രീ റീജിയൻ. സോ യു ക്യാൻ പുട്ട് റോ ഇസ് ഈക്വൽ ടു 0. സോ ഇൻ ദിസ് ഇക്വേഷൻ, in this Poisson's equation, if you put rho is equal to 0, then del square V is equal to 0. This is called Laplace's equation. So ഒരു ചാർജ് ഫ്രീ റീജിയനിൽ പലപ്പോഴും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അത്തരം റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് പറയുകയാണ്, നമ്മൾ ഒരു പർട്ടിക്കുലർ റീജിയനിലെ ഒരു ചാർജ് ഇരിക്കുന്നുണ്ട്, വേറെ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ റീജിയനിലുള്ള ചാർജ് കൊണ്ട് ആ റീജിയനിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ യു ക്യാൻ യൂസ് ദിസ് ലാപ്ലേസസ് ഇക്വേഷൻ വിച്ച് ഈസ് ഡെൽ സ്ക്വയർ വി ഇസ് ഈക്വൽ ടു 0. ലാപ്ലേസസ് ഇക്വേഷൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ electrostatic problem is nothing in a charge free region is nothing but the mathematical solution of Laplace's equation. That means if you want to solve a electrostatic problem in a charge free region, you have to solve what? You have to solve a Laplace's equation. Okay, അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകും. സോ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക്
നമ്മൾ ലാപ്ലേസസ് ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു. ലാപ്ലേസസ് ഇക്വേഷൻ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ മാത്രമൊന്നല്ല കാണുക. ലാപ്ലേസസ് ഇക്വേഷനെ ജനറലി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഡെൽ സ്ക്വയർ ഫൈ ഇസ് ഈക്വൽ ടു 0. ഇത് ഫിസിക്സിലെ പല, ഇപ്പോൾ ഹീറ്റ് ഫ്ലോ ഇക്വേഷൻ, ഹീറ്റ് ഫ്ലോയിൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ അബ്സ്ട്രാക്ട് മാത്തമാറ്റിക്സിൽ ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരു മാത്തമാറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലാപ്ലേസസ് ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് ഈ ഫൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അത്രയേ ഉള്ളൂ. So in general, electric potential V is, in general, it is a function of x, y and z coordinate. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്, വൈ, സെഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാപ്ലേസസ് ഇക്വേഷൻ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ലാപ്ലേസസ് ഇക്വേഷൻ നിങ്ങളുടെ സിലബസിലുള്ള ആദ്യത്തെ ഹെഡിങ് എന്ന് പറയുന്നത്, ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ലാപ്ലേസസ് ഇക്വേഷൻ ഇൻ 1, 2 and 3 ഡയമെൻഷൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So first we can discuss Laplace's equation in one dimension. ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ലാപ്ലേസസ് ഇക്വേഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒരു എസ്സേ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് ഇൻട്രസ്റ്റോടു കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾക്കറിയാം, സോ യു കൺസിഡർ എ റീജിയൻ, കൺസിഡർ എ ചാർജ് ഫ്രീ റീജിയൻ in one dimension. So the electric potential P is equal to V of x only. It depends only on one dimension. So in general, Laplace's equation നിങ്ങൾ ഇങ്ങനെ എഴുതാറ്, del square V is equal to 0. and expand ചെയ്താൽ നമ്മൾ സാധാരണ എഴുതാറുള്ള dou square V by dou x square, dou square V by dou y square, എല്ലാവർക്കും അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. dou square V by dou z square is equal to 0. So here V is equal to, it is a function of x only. So ഒരു പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ, ഇത് ഇറ്റ്സ് ആക്ച്വലി എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പക്ഷേ ഇവിടെ ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറും. ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദ ലാപ്ലേസസ് ഇക്വേഷൻ ഇൻ വൺ ഡയമെൻഷൻ. ക്ലിയർ? ഇപ്പോൾ ലാപ്ലേസസ് ഇക്വേഷൻ ഇൻ വൺ ഡയമെൻഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇറ്റ്സ് എ ഹോമോജീനിയസ്, നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും. ഇത് homogeneous ordinary differential equation. V is the dependent variable and x is the independent variable. മാത്തമാറ്റിക്സ് കൃത്യമായിട്ട് പഠിച്ച ആളുകൾക്ക് ഇത് പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ സാധാരണ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക പല രീതിയിൽ ചെയ്യാറുണ്ട്. സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കുന്നതാണ്. അതല്ലെങ്കിൽ പോലും ഇത് 2 വട്ടം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, വളരെ ലളിതമായിട്ടാണ് പറയുന്നത്, ഒരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിന് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്, 2 വട്ടം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ
നമുക്ക് ഉത്തരം കിട്ടും. നമുക്കറിയാം ഇത് 2 വട്ടം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് കൂടെ വരും. അപ്പോൾ ഇത് 2 വട്ടം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 കോൺസ്റ്റൻറ്റ് കൂടെ വരും. നമുക്കൊന്ന് നോക്കാമോ എങ്ങനെയാണ്. അപ്പോൾ ഒരു വട്ടം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ dv/dx is equal to a constant. നമുക്കതിനെ m റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായി, ഇതിനൊന്ന് ഇങ്ങനെ എഴുതാം, dv is equal to m dx. 2 സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായി, mx plus c. v is equal to mx plus c. ഇതെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഇക്വേഷനാണ്. എന്തിൻ്റെ ഇക്വേഷനാണ്? ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ. ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ. ഇവിടെ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ 2 അൺനോൺസ് വന്നു. It is a second order ordinary differential equation. 2 constants or 2 unknowns. രണ്ട് അൺനോൺസ് വന്നു. ഇക്വേഷൻ ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഇക്വേഷനാണ് കിട്ടിയത്. നമുക്ക് ആ പ്രോബ്ലത്തിൽ ഒരു 1 ഡയമെൻഷണൽ പ്രോബ്ലം ആണെന്ന് അറിയാം. 1 ഡയമെൻഷണൽ പ്രോബ്ലം ആണ് നമ്മളുടെ കയ്യിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോബ്ലം തന്നിട്ടുള്ളത്. നമ്മൾ സോൾവ് ചെയ്തു, 2 അൺനോൺ കിട്ടും. നമുക്ക് എന്ത് വേണം? നമുക്ക് എമ്മിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കണം, സിയുടെ വാല്യൂവും കണ്ടുപിടിക്കണം. അപ്പോഴാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ബൗണ്ടറി കണ്ടീഷൻസിൻ്റെ പ്രസക്തി വരുന്നത്. അതായത് നിങ്ങൾക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫിസിക്സ് പ്രോബ്ലത്തിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻസും കൂടി നമുക്ക് തന്നിരിക്കണം. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ. ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ സോൾവ് ചെയ്യുന്ന +2 ലെവലിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ തരാറുണ്ട്. പ്രൊജക്റ്റൈൽ മോഷൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനോ അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റിയോ അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റിയോ അങ്ങനെയുള്ള ചില 1-2 കാര്യങ്ങൾ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. ഈ ഇനീഷ്യൽ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ സോൾവ് ചെയ്തിട്ട് അതിൽ നിന്ന് അതിൻ്റെ ട്രജക്ടറി റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഏത് ഫിസിക്കൽ പ്രോബ്ലം തരുമ്പോഴും പ്രോബ്ലത്തിന് ചില ഇനീഷ്യൽ ബൗണ്ടറി വാല്യൂസ് തന്നിട്ടുണ്ടാവും. ഈ ബൗണ്ടറി വാല്യൂസും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മളിവിടെ നമുക്കൊരു പ്രോബ്ലം തന്നേക്കാണ്. നമ്മളൊരു 1 ഡയമെൻഷണൽ പ്രോബ്ലമാണ്. 1 ഡയമെൻഷണൽ പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ചാർജ് ഫ്രീ റീജിയൻ ആണ്. സോ v is equal to mx plus c നമുക്കറിയാം. പക്ഷേ എമ്മിൻ്റെയും സിയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. എങ്കിലേ നമുക്ക് ആ ഇക്വേഷൻ ഫംഗ്ഷൻ, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഫംഗ്ഷനെ ജനറലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എം എത്രയാണെന്നും സി എത്രയാണെന്നും അറിയാം. അപ്പോൾ നമ്മളുടെ ഈ പ്രോബ്ലത്തിൽ ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഗിവൺ v is equal to 4 at x is equal to 1 and v is equal to 0 at x is equal to -1. At x is equal to 5 എന്ന് ചൂസ് ചെയ്യാം. at x is equal to 5 തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 2 കണ്ടീഷൻ കൊടുക്കുമ്പോൾ 4 is equal to m into 1 plus c എന്ന് പറയുന്നത് c എന്ന് കൊടുക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 0 is equal to m into 5 plus c. 2 ഇക്വേഷൻ കിട്ടി. നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? v is equal to -x plus 5 എന്ന് വരും.
നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. v is equal to minus x plus 5. അപ്പോൾ നമുക്കത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്, വിയും എക്സും വെച്ചൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു ഇപ്പോൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം 0 1 2 3 4 1 2 3 4 5 ഇങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 v is equal to 4 ഈ പോയിന്റ്, ആൻഡ് അറ്റ് x is equal to 5 v is equal to 0. So the graph will be like this. It will be a straight line. അപ്പോൾ നമുക്ക് മനസ്സിലായി പൊട്ടൻഷ്യലിൻ്റെ ബിഹേവിയർ ഒരു ലീനിയർ ബിഹേവിയർ ആണ്. 1 ഡയമെൻഷനിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ലീനിയറായിട്ട് 1 ഡയമെൻഷനായിട്ടാണ് മൂവ്, ലീനിയർ ബിഹേവിയർ ആണ്. ഇനി ഈ പൊട്ടൻഷ്യലിൻ്റെ ചില പ്രോപ്പർട്ടീസാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2 ഡയമെൻഷനും 3 ഡയമെൻഷനും ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.